الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسر لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരും സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഒരു മാസക്കാലത്തെ തീവ്രമായ പരിശീലനത്തിന് ശേഷം നാം വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഈദുൽ ഫിത്ർ ദിനത്തിൽ നാം എടുത്ത പ്രതിജ്ഞ ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ആത്മീയമായ ഉത്കർഷം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കും എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ നമുക്ക് ആലോചിക്കുവാനുള്ളത് അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചുരുങ്ങിയ ദിവസം കൊണ്ട് നാം പിറകോട്ട് പോയോ എന്ന ഒരു ആത്മപരിശോധനയും ഏറെ നന്നായിരിക്കും. റമദാനിൽ സുബഹി ജമാഅത്തിനുണ്ടായ ആളുകളിൽ എത്ര ആളുകൾ ഇന്ന് രാവിലെ സുബഹി ജമാഅത്തിനുണ്ടായിരുന്നു എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക. കഴിഞ്ഞ വെള്ളിയാഴ്ച കാണിച്ചിരുന്ന ആവേശം, അതിലേറെ ആവേശത്തോടു കൂടി പെരുന്നാളിന് കൂട്ടമായി കടന്നു വന്ന കുടുംബങ്ങൾ ഇന്ന് ജുമഅക്ക് സമയത്ത് എത്തിച്ചേരുന്നതിൽ അത്ര താല്പര്യം കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നും പരിശോധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ റമദാൻ കൊണ്ട് നമ്മൾ എന്താണ് നേടിയിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്, കഴിഞ്ഞ ഒരു മാസം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, നാം നന്നാകാൻ വിചാരിച്ചാൽ നമുക്ക് നന്നാവാൻ കഴിയും എന്നുള്ളതാണ്. റമദാനിന് മുമ്പ് ഷഅബാനിലുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലത്തുണ്ടായിട്ടുണ്ട്. കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ, കൃത്യസമയത്ത് ഉറങ്ങാൻ, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ, കൃത്യസമയത്ത് പള്ളിയിൽ ജമാഅത്തിനെത്താൻ, കൃത്യസമയം ഖുർആൻ പാരായണം ചെയ്യാൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മാസക്കാലം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന നിലക്ക്, ഒരു പരിശീലന കാലഘട്ടത്തിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന കാര്യങ്ങൾ ആ പരിശീലന കാലം അവസാനിക്കുന്നതോടുകൂടി തന്നെ അസ്തമിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അസ്തമിച്ചു പോയി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുകയും അതിന് അനുവദിക്കില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി
വീണ്ടും നമ്മൾ ഇബാദത്തുകളിലും നന്മകളിലും പുണ്യകർമ്മങ്ങളിലും സജീവമായി മുന്നോട്ട് പോകും എന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി 6:48 നോമ്പ് തുറന്നവരാണ് ഞാനും നിങ്ങൾ. 6:38 നോമ്പ് തുറന്നവരാണ്. പക്ഷേ 6:38 എന്നുള്ള ആ കൃത്യമായ സമയം 12:40 എന്ന ഇന്നത്തെ ജുമഅക്ക് പോലും പാലിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ചു നോക്കും, എവിടേക്കാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് മാറിപ്പോയത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചില ചിന്തകൾ നടത്തുകയാണ്. ഒന്നാമത് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരണം. അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം പൂർത്തിയാക്കിയത് പരിശുദ്ധ കഅബ മന്ദിരത്തിൻ്റെ പടവുകൾ എടുത്തുയർത്തുന്ന ജോലിയാണ്. ആ ജോലി പൂർത്തീകരിച്ചതിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും തൻ്റെ നാഥനോട് കൈയുയർത്തി നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ നാഥ, നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നുള്ള തേട്ടമായിരുന്നു പ്രിയപ്പെട്ടവർ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ ഭംഗിയായി പൂർത്തിയാക്കിയതിന് ശേഷം അവരുടെ മനസ്സിലുള്ള ചിന്ത അത് സ്വീകരിക്കപ്പെടണമേ എന്നുള്ള തേട്ടമായിരുന്നു. ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒന്നാമത്തെ തേട്ടവും അതായിരിക്കട്ടെ. ഒരു മാസക്കാലം നമ്മളെടുത്ത നോമ്പും നാം നമസ്കരിച്ച നമസ്കാരങ്ങളും നാം നടത്തിയിരുന്ന പ്രാർത്ഥനകളും നമ്മുടെ രാത്രി നമസ്കാരവും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ മറ്റ് പുണ്യകർമ്മങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവേ നീ സ്വീകരിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് നേരത്തെ പറഞ്ഞ ആ പ്രതിജ്ഞ പൂർത്തിയാക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ഉറച്ച തീരുമാനമാണ്, അഥവാ നിശ്ചയദാർഢ്യമുണ്ടാകണം. ആദി മനുഷ്യനായ ആദം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അനാവരണം ചെയ്യുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വലഖദ് അഹദിനാ ഇലാ ആദമ മിൻ ഖബൽ ഫനസിയ വലം നജിദ് ലഹു അസ്മ. ആദമുമായി നാം കരാർ ചെയ്യുകയുണ്ടായി. ആ ആദമുമായി ഉണ്ടായിരുന്ന കരാർ, ഇതിനു മുമ്പ് നാം ചെയ്തിരിക്കുന്ന കരാർ ഫനസിയ, ആദം മറന്നു കളഞ്ഞു. എന്നിട്ട് അള്ളാഹു അവിടെ വിശേഷിപ്പിച്ച കാര്യം എന്താണ്? വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഒരു പ്രത്യേക മരത്തിൻ്റെ കനി ഭുജിക്കരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് പിശാചിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി ആദം അലൈഹിസ്സലാം ആ വിലക്കപ്പെട്ട കനി ഭുജിച്ചു. ഈ സന്ദർഭം പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്തുകൊണ്ടാണ് ആദമിന് അങ്ങനെ സംഭവിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നില്ല. ഫലം നജിദ് ലഹു അസ്മ, അസീമത്തുണ്ടായില്ല, നിശ്ചയദാർഢ്യമുണ്ടായില്ല എന്നുള്ള കാര്യമാണ് അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ടത്. നമുക്കുള്ള പ്രശ്നം അതാണ്. പലയിടത്തും നമുക്കൊരു നിശ്ചയദാർഢ്യം, ഒരു ഉറച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്തുണ്ടാകുന്നില്ല. നമ്മൾ പലപ്പോഴും മാറിപ്പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാവേണ്ട ഒരു കാര്യം, നമ്മൾ മാറ്റത്തിന് തയ്യാറാവാതെ അള്ളാഹു നമ്മിൽ മാറ്റം വരുത്തുകയില്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അള്ളാഹു വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്. സൂറത്തുർ റഅദിലെ 11-ാമത്തെ വചനം, ദീർഘമായ വചനത്തിനടക്കം അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനതയും അവരുടെ സ്ഥിതിയിൽ സ്വന്തം മാറ്റം വരുത്താത്തിടത്തോളം കാലം അള്ളാഹു അവരുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുകയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നിലപാടിൽ മാറ്റം വരുത്താത്തിടത്തോളം കാലം അള്ളാഹു നമ്മിൽ മാറ്റമുണ്ടാക്കുകയില്ല. അപ്പോൾ മാറ്റമുണ്ടാകേണ്ടത് എവിടെയാണ്? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം നിലപാടിൽ നമുക്ക് മാറ്റമുണ്ടാകണം. റമളാനിന് മുമ്പുള്ള ഞാൻ എന്നതിലേക്കല്ല ഞാൻ തിരിച്ചു പോകുന്നത്.
റമളാനിൽ ഞാൻ ആരായിരുന്നുവോ ആ ഒരു അവസ്ഥ, ആ ആത്മീയമായ ചൈതന്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിലനിർത്തും എന്ന നിശ്ചയദാർഢ്യവും അതിൽ ഞാൻ മാറ്റം വരുത്തുകയില്ല എന്ന ഉറച്ച തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നമ്മൾ തിരുത്തേണ്ടതുണ്ടായിരുന്നോ അവിടെയൊക്കെ തിരുത്താൻ ഞാൻ സന്നദ്ധമാകുന്നു എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവുക എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സ്വയം മാറുക, അതിലൂടെ വ്യക്തികൾ മാറുക, അതിലൂടെ സമൂഹം മാറുക, അതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുന്നത്. അപ്പോൾ സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ വ്യക്തികൾ മാറണം. വ്യക്തികൾ മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വയം മാറണം. അപ്പോൾ നമ്മൾ മാറ്റത്തിന് സന്നദ്ധമായാൽ അതിലൂടെയാണ് വ്യക്തിയും സമൂഹവും സംസ്കരിക്കപ്പെടുകയും മാറ്റത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്, നമ്മൾ ഈ തെറ്റിലേക്ക് വഴുതി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ. ഈ നിലപാടുകൾ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കൂട്ടം കൂടികളാകുന്നു എന്നുള്ളതാണ്. ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമ്മഅത്തെന്ന, നിങ്ങൾ ഇമ്മഅത്താകരുത് എന്ന് പറഞ്ഞിരിക്കുന്നതായി. എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ചുകൊണ്ട്, ആൾക്കൂട്ടം എന്ത് കാണിക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട്, ഒരു മാസ് സൈക്കോളജി, അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ ആളുകൾ കൂട്ടമായി എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ ഒഴുക്കിന് അനുകൂലമായി നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കടന്നു വരേണ്ടത്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ തെറ്റിലേക്കും പാപങ്ങളിലേക്കും കുറ്റങ്ങളിലേക്കും തിരിച്ചു പോകുന്നത്. അവിടെ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇദാ സമിഉൽ ലഗ്വ അഅറള അൻഹു വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഖിൽ ജാഇലീൻ. വിനോദപരമായ വ്യർത്ഥമായ കാര്യങ്ങൾ അവർ കേൾക്കുന്നു. വിശ്വാസികളുടെ ഗുണവിശേഷങ്ങൾ പലതും വിശേഷിപ്പിക്കുന്ന കൂടെ പരലോകത്തിൻ്റെ സ്വർഗത്താവകാശികളായിത്തീരുന്ന ആളുകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കുന്നതിനിടയിലാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞത്. അവരുടെ ഗുണവിശേഷം പറഞ്ഞെടുത്ത് പറഞ്ഞു, അവർ വ്യർത്ഥമായ അനാവശ്യമായ വിനോദങ്ങൾ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അഅറളു അൻഹു, അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയും. മാത്രമല്ല അവരെന്ത് പറയും, വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി, നിങ്ങൾക്ക് നിങ്ങളുടെ പണി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരാൻ സാധിക്കും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട്, അവരോട് സലാം പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോരും. ലാ നബ്തഖിൽ ജാഹിലീൻ, ഞങ്ങൾ ഒരിക്കലും മൂഢന്മാരായ ആളുകളെ പരിഗണിക്കുന്നില്ല, അവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇതാണ് നിശ്ചയദാർഢ്യമുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ അസീമത്തുള്ള ഒരു ജനവിഭാഗത്തിനുണ്ടാകേണ്ട ക്വാളിറ്റി. പക്ഷെ നമുക്കിതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മളൊരു കുറേ ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് അനുകൂലമായി, പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ, നാം നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളിലേക്കും അധർമ്മങ്ങളിലേക്കും ഒക്കെ എങ്ങനെ വഴുതിപ്പോകുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ക്യാമ്പസുകളിലും കൂട്ടുകെട്ടും സാഹചര്യങ്ങളുമൊക്കെ അതിനനുസരിച്ച് അനുകൂലമായി തീരുമ്പോൾ ആ കമ്പനി സൈക്കിന് വേണ്ടി എന്ത് തിന്മകളും എന്ത് അധർമ്മങ്ങളും എന്ത് തോന്നിവാസങ്ങളും പ്രവർത്തിക്കാൻ സന്നദ്ധമാവുകയും ആൾക്കൂട്ടത്തിൽ കൂടി എല്ലാ വൃത്തികേടുകളും സ്വയമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നോ പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അമാലിനാ വലക്കും അമാലിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പണി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടം കൂടി തിന്മകളിലേക്കും അധർമ്മങ്ങളിലേക്കും വഴുതിപ്പോകാതെ നന്മയുടെ രക്ഷിതാക്കളും പ്രയോക്താക്കളുമായി സത്യത്തിൻ്റെ, നീതിയുടെ, ധർമ്മത്തിൻ്റെ പാതയിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള മനക്കരുത്തായിരിക്കണം, ആ തൻ്റെടമായിരിക്കണം റമളാൻ നമുക്ക് ഒരു മാസക്കാലം കൊണ്ട് നേടിത്തന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അനാവശ്യമായ സദസ്സുകളിൽ ഇരിക്കേണ്ടി വന്നാൽ അത്തരം സദസ്സുകളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതാണ് ഇസ്ലാം നൽകുന്ന പാഠം. വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു അൻആമിലെ 66 മുതൽ 69 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാം. അതിൽ അള്ളാഹു പറയുന്നു, അവിടെ യഥാർത്ഥത്തിൽ വൈദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നതിൽ മുഴുകിയവരെ നീ കാണുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അവൻ്റെ ആയത്തുകളെ, മതത്തിൻ്റെ അധ്യാപനങ്ങളെ, ധാർമ്മികമായ മൂല്യങ്ങളെ, സദാചാരപരമായ കാര്യങ്ങളെ, അതിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പെടുന്നു.
നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ക്ലാസ്മേറ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ആരുമാകാം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതികൾ, ആ ലിബറൽ ചിന്താഗതികൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം, ഒരു യഥാർത്ഥ മുത്തഖിയുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന് അള്ളാഹു വിശദീകരിച്ചിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഫഅറിൽ അൻഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരിഹി, അവർ മറ്റേതെങ്കിലും വർത്തമാനത്തിലേക്ക് തിരികെ പോകുന്നത് വരെ അതിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരിൽ തിരിഞ്ഞു പോകും. കാരണം അവർ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ കൂടിക്കൊടുക്കുകയോ അതിന് ഓശാന പാടുകയോ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാതെ ആ വിഷയത്തിൽ നിന്ന് മാറി മറ്റു ഗുണപരമായ വിഷയത്തിലേക്ക് അവരുടെ സംസാരവും ചർച്ചയും തിരിച്ചു വരുന്നത് വരെ ആ സദസ്സിൽ നിന്നും ആ കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. എത്ര പ്രാധാന്യമുള്ളതാണ് ഈ ചിന്ത എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നു നമ്മൾ. എന്നിട്ട് വീണ്ടും പറയുന്നു, വൈമ്മാ യുൻസിഅന്നക ശൈത്താനു ഫലാ തഖൂദ് ബഅദ ദിക്റ മഅൽ ഖൗമി ളാലിമീൻ. ഇനി ചില സന്ദർഭത്തിൽ അത്തരം ഒരു കൂട്ടുകെട്ടിൽ പെട്ടുപോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിശാച് അവരെ മറപ്പിച്ചു കളയുന്നു. അവർ പറഞ്ഞിരുന്ന അല്ല അവരെടുത്തിരിക്കുന്ന പ്രതിജ്ഞയാകട്ടെ, അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങളാകട്ടെ, അത് പിശാച് താൽക്കാലികമായി അവരെ മറപ്പിക്കുകയും അവർ ആ കമ്പനിയിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. പക്ഷെ ആ സന്ദർഭത്തിൽ തന്നെ ഫലാ തഖൂദ് ബഅദ ദിക്റ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളെടുത്ത തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയും നിങ്ങൾക്ക് ബോധനമുണ്ടാവുകയും ചെയ്താൽ, ആ ഉത്ബോധനത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരിക്കലും ഇരിക്കുകയില്ല. ഫലാ തഖൂദ് ബഅദ ദിക്റ മഅൽ ഖൗമി ളാലിമീൻ. അക്രമകാരികളായ ആ ജനങ്ങളോടൊപ്പം, ആ കൂട്ടുകാരോടൊപ്പം, ആ കമ്പനിയിൽ, ആ കൂട്ടുകെട്ടിൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോകും, അവിടെ ഇരിക്കുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം കൂട്ടുകെട്ടുകളെയും സാഹചര്യങ്ങളെയും നമ്മൾ തിരിച്ചറിയണം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് പ്രത്യേകം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി. മനുഷ്യർ സ്വാഭാവികമായും അവരുടെ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും എന്നാണ്. ആ കൂട്ടുകാരൻ്റെ കമ്പനിയാണ് പലപ്പോഴും അവൻ്റെ മതം തീരുമാനിക്കുന്നത്, അവൻ്റെ ആദർശം തീരുമാനിക്കുന്നു, അവൻ്റെ ജീവിത രീതി തീരുമാനിക്കുന്നു, അവൻ്റെ സംസ്കാരം തീരുമാനിക്കുന്നു. അതുകൊണ്ട് എന്തു വേണം? അവിടെ പ്രവാചകൻ തന്നെ ഓർമ്മപ്പെടുത്തി, ഫൽയൻദുർ അഹദുക്കും മൻ യുഹാലി. കൂട്ടുകൂടുന്നതിന് മുമ്പേ നീ സൂക്ഷ്മമായി പരിശോധിക്കണം ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. ആ കൂട്ടുകാരനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി പഠിച്ച് അറിഞ്ഞ് എനിക്ക് അവനുമായി കൂട്ടുകൂടാൻ പറ്റുമോ, അത് ഗുണപരമായിരിക്കുമോ ദോഷകരമായിരിക്കുമോ, ഞാൻ തിന്മയിലും അധർമ്മങ്ങളിലും എത്തിപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയുണ്ടാകുന്ന യാതൊരു കൂട്ടുകെട്ടിലും, അത് നേർക്ക് നേരെയുള്ള കൂട്ടുകെട്ടും കമ്പനിയുമായിരുന്നാലും ശരി, വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കുകളും മറ്റ് ചാറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നാലും ശരി, ഏത് നിലക്കുള്ള കൂട്ടുകെട്ടുകളാണെങ്കിലും ആ കൂട്ടുകളെല്ലാം സൂക്ഷ്മമായ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനും വിധേയമായിരിക്കണം. ഫൽയൻദുർ അഹദുക്കും മൻ യുഹാലിൽ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി ബോധവാന്മാരായിരിക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ, ഇത്തരം തിന്മകളിലേക്ക് എത്തിപ്പെടുന്ന ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നല്ല സാഹചര്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും കേട്ടതാണ്, ദീർഘമായ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നു. ഒരു മനുഷ്യൻ 99 ആളുകളെ കൊന്നു. 99 ആളുകളെ കൊന്നിട്ട് അദ്ദേഹം ഒരു പുരോഹിതൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, അല്ല പുരോഹിത, ഞാൻ 99 ആളുകളെ വധിച്ചിരിക്കുന്നു, എനിക്ക് വല്ല രക്ഷയുമുണ്ടോ? തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് തിരിച്ചു വരാൻ വല്ല മാർഗവുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. 99 ആളുകളെ കൊന്ന നിനക്ക് ഇനി എന്ത് തൗബയാണ്? അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഒരു തൗബയുമില്ലല്ലോ. അയാളെ കൂടി കശാപ്പ് ചെയ്തു. 100 തികച്ചു. 100 തികച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അദ്ദേഹത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് വല്ല തൗബയുമുണ്ടോ? അദ്ദേഹം വീണ്ടും അന്വേഷിച്ചുകൊണ്ട് പണ്ഡിതൻ്റെ സമീപത്ത് ചെല്ലുന്നു. അയാൾ പറഞ്ഞു, ഉണ്ട്, നിനക്ക് പക്ഷാതാപമുണ്ട്. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അത് ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. നീ എന്ത് വേണം? നീ ഇപ്പോൾ നിൽക്കുന്ന ഈ തിന്മയുടെ പ്രദേശത്ത് നിന്ന്, തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന്, തിന്മയുടെ കൂട്ടുകെട്ടിൽ നിന്ന് നീ അകന്നു പോകണം. നോക്കൂ, അങ്ങകലെ ആ പ്രദേശത്ത് നന്മയും നന്മയുടെ വ്യക്തിതാക്കളുമുണ്ട്. അവിടുത്തെ സാഹചര്യം നന്മ നിലനിർത്താൻ അനുകൂലമാണ്. അതുകൊണ്ട് നീ എന്തു വേണം? നീ മനസ്ഥിതിയോടുകൂടി നീ ഈ നാട്ടിൽ നിന്ന് വിട്ട് അങ്ങോട്ട് പോവുക. ആ നന്മയുടെ സാഹചര്യത്തിലേക്ക് നീ തിരിച്ചു പോവുക. അതാണ് നിനക്ക് വിജയത്തിൻ്റെ മാർഗം എന്ന് ഉപദേശിക്കുന്നു. ആ മനുഷ്യൻ മനസ്ഥിതിയോടുകൂടി അങ്ങനെ തിരിച്ചു പോവുകയാണ്.
പകുതി വഴിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു എന്നതാണ് ഹദീസിലെ റിപ്പോർട്ട്. ആ മരിച്ച സമയത്ത് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകളും അതുപോലെ ശിക്ഷയുടെ മലക്കുകളും പരസ്പരം കടന്നു വന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ആരാണ് ഈ ആത്മാവിനെ സ്വീകരിക്കേണ്ടത് എന്ന പ്രശ്നമുണ്ടാവുകയും അവസാനം അദ്ദേഹം ആ നന്മയുടെ നാട്ടിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു, മറ്റതിനേക്കാൾ അല്പം കൂടുതൽ നന്മയുടെ ഭാഗത്താണുള്ളത് എന്നതുകൊണ്ട് നന്മയുടെ മലക്കുകൾ ആത്മാവിനെ സ്വീകരിച്ചു എന്നൊക്കെയാണ് ഹദീസിലെ വിശദീകരണം. ഞാൻ ഹദീസ് ആ നിലയ്ക്ക് വിശദീകരിക്കുകയല്ല. ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആ ഉപദേശമുണ്ടല്ലോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മറ്റൊന്നുമായിരുന്നില്ല. തിന്മയുടെ നാട്ടിൽ നിന്ന്, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന്, ആ ചുറ്റുപാടിൽ നിന്ന് നീ മാറി നിന്നുകൊണ്ട് നന്മയുടെ ചുറ്റുപാടിലേക്ക് പോവുക എന്നുള്ളതാണ് നിനക്ക് മോക്ഷത്തിലുള്ള വഴി എന്നുള്ള വിശദീകരണമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ സാഹചര്യങ്ങൾ നന്നാക്കി എടുക്കുവാൻ, അനുകൂലമായ നന്മയുടെ മാർഗങ്ങളിലേക്ക് പോകുവാൻ, നല്ല കൂട്ടുകെട്ടിലേക്ക് തിരിച്ചെത്തുവാൻ അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ. കൂട്ടുകെട്ടിനെ ഉദാഹരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ സംഭവം കാണാൻ സാധിക്കും. രണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, ഒരു മനുഷ്യൻ ഉലയിൽ ഊതിക്കൊണ്ടിരിക്കുന്ന, അഥവാ ഇരുമ്പൊക്കെ ഉരുക്കിയിട്ട് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ രൂപത്തിൽ പണിയെടുക്കുന്ന ആൾ. അവിടെ യഥാർത്ഥത്തിൽ അവിടെ തീ മൂട്ടിയിട്ട് ആ തീയിൽ ഉരുക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നാൽ സ്വാഭാവികമായും തീപ്പൊരി പാറുകയും ആ തീപ്പൊരി വസ്ത്രത്തിലും ശരീരത്തിലുമൊക്കെ കൊള്ളുകയും അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയും കരിയും പുകയും ഒക്കെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. എന്നാൽ മറ്റൊരു മനുഷ്യൻ കസ്തൂരി വിൽപ്പനക്കാരൻ്റെ സമീപം സ്വീകരിക്കുന്നു. ആ കസ്തൂരി വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് കസ്തൂരി പൈസ കൊടുത്ത് വാങ്ങണമെന്നില്ല, അദ്ദേഹം സാമ്പിൾഡ് കസ്തൂരി തേച്ച് തരണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നാൽ പോലും സ്വാഭാവികമായി ആ കസ്തൂരിയുടെ സുഗന്ധം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയത് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം, നമ്മുടെ കൂട്ടുകെട്ടുകൾ ഏത് നിലക്കായിരിക്കണം. നല്ല കൂട്ടുകാട്ടെ സ്വീകരിക്കുക, അവരുടെ സാമീപ്യം തന്നെ നമുക്ക് ഗുണകരമായിരിക്കും. എന്നാൽ മറ്റൊരു നിലക്കുള്ള ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോൾ ആ സാമീപ്യം തന്നെ നമുക്ക് ദോഷകരമായി തീരുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നോക്കൂ, നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള കാര്യം, ഞാൻ ഇന്ന ആളെ പിൻപറ്റി. ഒന്നുകിൽ അത് പണ്ഡിതന്മാരാകാം, അല്ലെങ്കിൽ നേതാക്കന്മാരാകാം, അല്ലെങ്കിൽ പുരോഹിതന്മാരാകാം, അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖന്മാരാകാം. അങ്ങനെ പലരെയും പിൻപറ്റിയതാണ് എനിക്കുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നമ്മൾ അള്ളാഹു ഒരു സൂറത്തുൽ ഫുർഖാനിലെ 27, 28, 29 വചനങ്ങളിൽ പരാമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കാര്യം നോക്കൂ. നമ്മൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കൈകടിക്കേണ്ടി വരുന്ന ചില ആളുകളുണ്ട്, ദുഃഖിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്, പ്രയാസം കൊണ്ട് മനംനൊത്തുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, ഞാൻ പ്രവാചകനോടൊപ്പമുള്ള മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പമുള്ള ആ സത്യമാർഗം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരാധിപ്പെടുകയാണ്. പക്ഷേ പരലോകത്തെത്തി എല്ലാം കഴിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാനുള്ള കാലഘട്ടം കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിഫലം നൽകപ്പെടുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അന്ന് അവിടെ ചെന്നുകൊണ്ട് പരിതപിച്ചിട്ട് ഞാൻ പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്നത് കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിരിക്കില്ല. എന്നിട്ട് അവർ പറയുകയാണ്, പടച്ച തമ്പുരാനെ, ഞാൻ ഇന്ന ആളെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട്ഷിപ്പായിട്ട്, എൻ്റെ വാട്സപ്പ് കൂട്ടുകെട്ടായിട്ട്, എൻ്റെ മറ്റ് കൂട്ടുകെട്ടായിട്ട് ഞാൻ ഇന്നയാളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പരലോകത്തുനിന്ന് പരിതപിച്ചിട്ടൊരു കാര്യമില്ല. അത് ചിന്തിക്കേണ്ടത് ഇവിടെ വെച്ചാണ്, ഈ ലോകത്ത് വെച്ചാണ്, നമ്മൾ ജീവിക്കുമ്പോഴാണ്, നമ്മൾ കർമ്മം ചെയ്യേണ്ട കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ആ സന്ദർഭം അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല. എന്നിട്ട് അള്ളാഹു അവിടെ നമുക്ക് വിശദീകരിച്ചിരുന്നു, അവൻ എന്നെ പിഴപ്പിച്ചു കളഞ്ഞു. ഞാൻ അവൻ്റെ കൂടെ കൂടി, അവൻ്റെ കൂടെ കൂടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ റസൂലിൻ്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മാത്രമല്ല, അവൻ എന്നെ പിഴപ്പിച്ചു കളഞ്ഞു. ഷെയ്ത്താൻ യഥാർത്ഥത്തിൽ നമ്മെ കൈവിടുകയും ചെയ്യും. ഇപ്പോൾ ഷെയ്ത്താനൊക്കെ നമുക്ക് മനോഹരമായി കാണിച്ചു. ആദമിൻ്റെ സംഭവം ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ. ആ കനി ഭുജിക്കുന്നതാണ് നല്ലത്, നിനക്ക് സ്വർഗത്തിൽ എന്തും ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയ ആ ദുർമന്ത്രണമുണ്ടല്ലോ, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പൈശാചിന്റെ ആ ദുർമന്ത്രണത്തിന് വിധേയമായിട്ടാണ് നമ്മൾ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ആ ശൈത്താൻ അന്ന് നമ്മളെ കൈയൊഴിയും. അന്ന് ശൈത്താൻ നമ്മളോടൊപ്പം ഉണ്ടാവില്ല. പരലോകത്ത് നമ്മൾ ഹാജരാക്കപ്പെടുമ്പോൾ നമ്മൾ കൈവെടിയുക തന്നെ ചെയ്യും. മാത്രമല്ല, വീണ്ടും അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു,
വഖാല റസൂൽ, യഥാർത്ഥത്തിൽ അവർ പറയുന്ന സന്ദർഭം, യാ റബ്ബി ഇന്ന ഖൗമ മനിത്തഖദ ഹാദൽ ഖുർആന മഹ്ജൂറ. അവർ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ, റസൂൽ അവരെ സംബന്ധിച്ചിടത്തോളം പറയും, എൻ്റെ റബ്ബേ, ഈ ജനത ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതാണ് അവർക്ക് സംഭവിച്ചത്. ഖുർആൻ അവതീർണമായ മാസമാണ് നമ്മൾ ആഘോഷിച്ചത്. ഖുർആനാണ് പല തവണ നമ്മൾ ഹത്തം തീർത്തത്. ദീർഘമായി ഖുർആൻ ഓതിക്കൊണ്ടാണ് നമ്മൾ നമസ്കാരം നിർവഹിച്ചത്. ഖുർആൻ പരിഭാഷകളും ഖുർആൻ ക്ലാസ്സുകളും കൊണ്ട് ധന്യമായിരുന്നു റമളാൻ. പക്ഷെ റമളാൻ കഴിയുന്നതോടുകൂടി ആ വിശുദ്ധ ഖുർആനിനെ നമ്മൾ അഗണ്യമായി തള്ളിക്കളയുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്നു എങ്കിൽ നാളെ പ്രവാചകൻ നമ്മളെക്കുറിച്ച് പറയുന്ന ആ ഒരു ജനവിഭാഗത്തിൽ നമ്മൾ വിട്ടുപോകും. അഗണ്യമായി ഖുർആനെ തള്ളിക്കളയുന്ന ഒരു ജനതയായി തീർന്നിരിക്കുന്നു എന്ന്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു മറുപടി, ഞാൻ മതപണ്ഡിതന്മാരുടെ, പുരോഹിതന്മാരുടെ അധ്യാപനങ്ങൾ കേട്ടുകൊണ്ടാണ്, അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഞാൻ നിലകൊണ്ടത് എന്നാണ്. അള്ളാഹു വീണ്ടും സൂറത്തുൽ അഹ്സാബിൽ വിശദീകരിക്കുന്നു. നോക്കൂ നമ്മൾ, വഖാലു റബ്ബനാ ഇന്നാ അതൈനാ സാദതനാ വകുബറാഅനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ പ്രമുഖന്മാരെയും അനുസരിക്കുകയാണ് ചെയ്തത്. ഫളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിവേൽപ്പിച്ചു കളഞ്ഞു. റബ്ബനാ ആതിഹിം വൈഫൈനി മില ആദാബ്, അതുകൊണ്ട് നാഥ, നീ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ. നമ്മൾ അയച്ചൊക്കെ അത് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാകില്ല. നമ്മൾ ഇന്ന് ചിന്തിക്കണം. നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് ചിന്താശക്തിയുണ്ട്, നമ്മുടെ മുമ്പിൽ പ്രമാണങ്ങളുണ്ട്, നമുക്ക് തെളിവുകളുണ്ട്, ഖുർആനുണ്ട്, ഹദീസുണ്ട്. ആ പ്രമാണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്ന കൃത്യമായ ദിശാബോധം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് മാർഗം. അവർക്ക് വൻ ശാപമേൽപ്പിക്കണമേ എന്ന് അവർക്കെതിരെ അന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു നേട്ടമുണ്ടാവില്ല. അതുകൊണ്ട് അന്ധമായി പണ്ഡിതന്മാരെയോ പുരോഹിതന്മാരെയോ നേതാക്കന്മാരെയോ നാട്ടുപ്രമാണിമാരെയോ അനുസരിക്കുന്നതിന് പകരം നമ്മൾ പ്രമാണങ്ങളുടെ പിൻഫലത്തോടുകൂടി കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുക. അത് മാത്രമാണ് നമ്മുടെ ജീവിതം ഇനി അങ്ങോട്ട് നാം നേരത്തെ നടത്തിയ പ്രതിജ്ഞ പൂർത്തീകരിക്കാനുള്ള മാർഗം. അതിന് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും ഞങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. നമ്മൾ റമളാനിൽ നേടിയെടുത്തിരിക്കുന്ന ആത്മീയമായ ഉത്കർഷം നമ്മുടെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചത്. ഒന്നാമത്തത്, നമുക്ക് നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയുണ്ടാകണം. രണ്ടാമത്തത്, അത് നിലനിർത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം അതിനു വേണ്ടി ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഒരു ഉറച്ച തീരുമാനം നമുക്ക് ആ കാര്യത്തെ സംബന്ധിച്ചുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. സാഹചര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും ചീത്തയിൽ പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്, അന്ധമായി കൂട്ടുകാരെയോ നേതാക്കന്മാരെയോ പണ്ഡിതന്മാരെയോ പ്രമാണിമാരെയോ അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറാകണം. അള്ളാഹു നമ്മെ അറിയിക്കുന്നു, ഇന്നല്ലദീന ഖാലു, തീർച്ചയായും പറയുന്ന ആളുകൾ, റബ്ബനല്ലാഹ്, അത് ഞങ്ങളുടെ നാഥൻ അള്ളാഹു ആകുന്നു, സുമ്മസ്തഖാമു, എന്നിട്ട് ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, നേരാം വണ്ണം നിലകൊള്ളുന്നു എന്നാണ്. സുമ്മസ്തഖാമു, അതിൽ നേരാം വണ്ണം നിലകൊള്ളുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തനസ്സലു അലൈഹിമുൽ മലായിക, അവിടെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് പറയും, അല്ലാ തഹാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവർ, ഈ ഒരു സാഹചര്യം വഅബ്ശിറൂ ബിൽ ജന്ന, എന്നിട്ട് സ്വർഗം കൊണ്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടും എന്നാണ്. അവിടെ അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത അനുഭവിച്ചു കൊള്ളുക, ആ സന്തോഷവാർത്ത അറിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ അള്ളാഹുവിൽ, ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടി അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ശക്തമായി അതിൽ നേരാം വണ്ണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ കടന്നു വന്നുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുകയും
ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നറിയിക്കുകയും വരാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, സലാമുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 സ്വഭാവ ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു എന്നാണ്. 1, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹു. അള്ളാഹുവും റസൂലുമായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയങ്കരമായി. ബാക്കി എല്ലാറ്റിനേക്കാളും, അത് രണ്ടുമല്ലാത്തതിനേക്കാളെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടകരം, നമ്മുടെ മോഡൽ, നമ്മുടെ റോൾ മോഡൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയായിരിക്കണം. ഈ ഭൗതിക ജീവിതത്തിലെ സ്പോർട്സ്മാൻമാരോ കലാകാരന്മാരോ സിനിമാ നടന്മാരോ മറ്റ് അഭിനേതാക്കളോ അവരെ ഒന്നുമല്ല നമ്മളെ റോൾ മോഡലായി നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടം അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അവിടെ പറഞ്ഞു, ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ, അതുപോലെ തന്നെ മറ്റൊരു അത് സംബന്ധിച്ചിടത്തോളം യുഹിബുൽ മർഉ അൻ യുഹിബ്ബുഹു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും അവർ ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനത്തിനാണ് അവർ താല്പര്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ യഥാർത്ഥത്തിൽ അവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത്, തെറ്റിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത്, കുറ്റങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ അവർ എറിയപ്പെടുന്നതിന് തുല്യമാകുന്നു എന്നാണ്. കാരണം അതിൻ്റെ ഫലം നരകമായിരിക്കുമല്ലോ. അതുകൊണ്ട് നരകത്തിൽ അവർ എറിയപ്പെടുന്നതിന് തുല്യമായിരിക്കും തെറ്റിലേക്ക് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് നാം ഇനി ഒരിക്കലും തെറ്റിലേക്ക് തിരിച്ചു പോകാത്ത വിധം നമ്മൾ നന്മയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് മനസ്സിൽ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്ന ക്വാളിറ്റീസ് പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി 2-3 പ്രാർത്ഥനകൾ കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുക. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ സന്മാർഗം നൽകിയതിനു ശേഷം നീ ഞങ്ങളെ അതിന് തെറ്റിച്ചു കളയരുത്. ഖുർആനിൻ്റെ വെളിച്ചം നമ്മൾ ഏറ്റെടുക്കും. ആ വെളിച്ചം കൊണ്ട് നമ്മുടെ മനസ്സ് പ്രകാശപൂരിതമായി. നാഥ, ആ പ്രകാശപൂരിതമായ മനസ്സിൽ നിന്ന്, ആ ഹൃദയത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന്, ആ സന്മാർഗബോധത്തിൽ നിന്ന് ഞങ്ങളെ നീ വീണ്ടും തെറ്റിച്ചുകൊണ്ട് അന്ധകാരത്തിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, എൻ്റെ കൽബിനെ, എൻ്റെ ഹൃദയത്തെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിന്റെ മതത്തിൽ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ക്യാമ്പസിലെത്തുമ്പോൾ, ഏതൊരു കമ്പനിയിലെത്തുമ്പോൾ, ഒരു കൂട്ടുകെട്ടിലെത്തുമ്പോൾ എൻ്റെ മതം മറന്ന്, എൻ്റെ വിശ്വാസം മറന്ന്, എൻ്റെ സംസ്കാരം മറന്ന്, എൻ്റെ സദാചാരബോധം മറന്ന് ആ കൂട്ടുകെട്ടിനനുസരിച്ച് കൊണ്ട് ഉറഞ്ഞു തുള്ളുന്നതിന് പകരം നാഥ, എൻ്റെ മനസ്സിനെ നീ സത്യത്തിൻ്റെ, ദീനിൻ്റെ, ധർമ്മത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തണമേ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ നടത്താറുണ്ടായിരുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വായിക്കാൻ സാധിക്കും. റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അദ്ദേഹം പ്രവാചകൻ പ്രാർത്ഥിച്ചത് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, അല്ലാഹുവേ നീ എൻ്റെ സൃഷ്ടിപ്പ് ഏറ്റവും നന്നാക്കി. മനുഷ്യനാണല്ലോ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ബനി ആദം, ആദം സന്തതികൾ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയ വിഭാഗമാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഏറ്റവും നല്ല സൃഷ്ടിപ്പാട് നമുക്ക് നൽകിയിരിക്കുന്നു. മറ്റെല്ലാറ്റിനെയും കീഴടക്കാൻ കഴിയുന്ന വളരെ അനുഗ്രഹീതമായിരിക്കുന്ന, ആദരണീയമായിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് നമ്മൾ. അപ്പോൾ നാഥ, നീ ഞങ്ങളുടെ സൃഷ്ടിപ്പ് നന്നാക്കിയിരിക്കുന്നു. അത് മാത്രം പോരാ, ഫഅഹ്സിൻ ഖുൽഖി, എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കിയെടുക്കണമേ. അപ്പോൾ നാം നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, അതോടൊപ്പം നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു പ്രാർത്ഥന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഉഗ്ഫിർ ലീ ദുനൂബി, പടച്ച തമ്പുരാനെ എൻ്റെ പാപങ്ങളും എൻ്റെ തെറ്റുകുറ്റങ്ങളും നീ പൊറുത്തു, വഹതായായ എൻ്റെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും കുല്ലഹ എല്ലാം നീ പൊറുത്തു തരണമേ. അല്ലാഹുമ്മ അൻഇഷ്നി, എന്നിട്ട് നീ എനിക്ക് ഉന്മേഷം നൽകണം. അലസതയല്ല, മറിച്ച് ഉന്മേഷത്തോടുകൂടി കർമ്മനിരതമായി മുന്നോട്ട് പോകുവാനുള്ള ഊർജ്ജസ്വലത പ്രദാനം ചെയ്യണമേ. വജിബുർനി, എൻ്റെ ന്യൂനതകൾ നീ പരിഹരിച്ചു തരണമേ. വഹദിനി ലിസാലിഹിൽ അഖ്ലാഖ് വൽ അഅ്മാൽ, ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല പ്രവർത്തനങ്ങളും നടത്താൻ എനിക്ക് നീ വഴി കാണിച്ചു തരണമേ. ലാ യഹ്ദി ലിസാലിഹിയ വലാ യസ്രിഫു സയ്യഹ ഇല്ല അൻത, നീ അല്ലാതെ യഥാർത്ഥത്തിൽ അത്തരം നന്മയിലേക്ക് മാർഗദർശനം നൽകുന്നവനില്ല, തിന്മയിൽ നിന്ന് തെറ്റിച്ചു കളയുന്നവനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്മയിലേക്കും നല്ല പ്രവർത്തനങ്ങളിലേക്കും നല്ല സ്വഭാവത്തിലേക്കും എന്നെ വഴി നടത്തണമേ. എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ, എനിക്ക് ഉന്മേഷം നൽകണമേ, എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരണമേ എന്ന്
പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ പ്രവർത്തനവും പ്രാർത്ഥനവും ധന്യമാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ആയുഷ്കാലം മുഴുവനും റമളാനിൻ്റെ ആത്മീയമായ ഉത്കർഷം കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു കൊടുത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിവസം നിന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം. യഥാർത്ഥത്തിൽ നാം നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ വഖഫ് ഭേദഗതി ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ബില്ലിലെ പല നിയമങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ വഖഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ നഷ്ടപ്പെടുന്നത്, ഇന്ത്യയിലെ മതേതരത്വത്തിന് ഘടകവിരുദ്ധമായി, പ്രത്യേകിച്ചും നമ്മൾ വളരെ മതധാർമ്മിക ആത്മീയമായ ലക്ഷ്യത്തിനു വേണ്ടി നടത്തിയിരിക്കുന്ന ആ ജാരിയായ സ്വതക്ക അത് യഥാർത്ഥത്തിൽ മറ്റു നിലയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകാനോ അതിൽ അവിഹിതമായ കൈപടത്തലുകളുണ്ടാകാനോ സാധ്യതയുള്ളതുമായ ആശങ്കകൾ നമുക്കുണ്ട്. പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരികയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദർശവും വിശ്വാസവും സംസ്കാരവും ഞങ്ങളുടെ വഖഫ് സ്വത്തുക്കളും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുവാൻ നീ അനുവാദം നൽകുകയും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്യണമേ നാഥ. നമ്മുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. അവിടെ രോഗം നിഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ. മുളിയങ്ങളിലെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, ഒരു സുഹൃത്ത്, കോളേജ് വിദ്യാർത്ഥി ഇന്നലെ പേരാമ്പ്രയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. കഴിഞ്ഞ റമളാനിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈദ്ഗാഹുകൾ പെരുന്നാളിൻ്റെ പ്രവർത്തനത്തിലും ഒക്കെ സജീവമായി ഓടി നടന്നിരുന്ന 20 വയസ്സോളം വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്നലെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയത്. നാഥ, ആ ചെറുപ്പക്കാരന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. മുഹമ്മദ് ഷാദിൽ എന്ന ആ ചെറുപ്പക്കാരൻ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ സന്ദർഭത്തിൽ ക്ഷമയും സഹനവും നീ പ്രദാനം ചെയ്യണമേ. നാളെ കുടുംബത്തോടൊപ്പം സ്വർഗ്ഗപ്രവേശം നൽകി അവരെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ നാഥ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മോമിനുകൾ, മോമിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒട്ടനവധി സഹോദരി സഹോദരങ്ങളുണ്ട്. അവർക്ക് സമാധാനപരമായ ജീവിതാവസ്ഥ നീ നിലനിർത്തി കൊടുക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصرنا في فلسطين، إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في كل مكان. اللهم اشفي أمراض مرضانا وأمراض من أوصانا بالدعاء يا شافي الأمراض. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.